എല്ലാവർക്കും ജോ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അതേപോലെ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെയാണ് യൂട്യൂബിൽ ഇതേപോലെ നമ്മൾ ചെയ്യുന്നതൊന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവിത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കുകളൊക്കെ കമൻറ്റ് രീതിയിലൊക്കെ അറിയിക്കുക. എന്നാൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ ഞാനിപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരുവിധ ആളുകളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ ഈ പാട്ട് എന്നുള്ള രീതിയിൽ, അപ്പോൾ ഞാൻ പാട്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ സ്മോളുണ്ട്, അതേപോലെ സ്റ്റാർ മേക്കർ. അപ്പോൾ ഈ സ്റ്റാർ മേക്കർ അനേക ടൈമിലനുസരിച്ച് അപ്ഡേറ്റ് പുതിയത് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ആയിട്ട് ഇപ്പോൾ സ്റ്റാർ മേക്കറിലൊക്കെ ജോയിൻ ചെയ്ത് അവർക്ക് പാർട്ടിയിൽ എങ്ങനെയാണ് പാടേണ്ടതോ, അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ എഫക്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാടാൻ പറ്റിയൊരു എഫക്റ്റ് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ എൻ്റെ ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ അപ്ഡേറ്റ് വരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ സ്റ്റാർ മേക്കർ ഞാൻ ഓപ്പൺ ചെയ്യാണ്. സ്റ്റാർ മേക്കറിലുള്ള കറക്റ്റ് എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് എഫക്റ്റിൻ്റെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡ്രാഫ്റ്റിൽ ടച്ച് ചെയ്ത് ഒരു സോങ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ എഫക്റ്റ്. ഇത് കണ്ടില്ലേ, ഈ റിവേർബ് നമ്മുടെ 35 മുതൽ 42 വരെ, നമുക്ക് 45 വരെ സെറ്റ് ചെയ്യാം. അതേപോലെ റൂം സൈസ് നമുക്ക് ഒരു 75 മുതൽ 82 വരെ നമുക്ക് എഫക്റ്റ് വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇത് കണ്ടില്ലേ, ഏറ്റവും താഴെ മ്യൂസിക് നമ്മൾ 50 വെക്കുക, വോയിസ് എപ്പോഴും 100 ആയിട്ട് വെക്കുക. അതേപോലെ തന്നെ ഈ കസ്റ്റം എന്നുള്ളതിൽ കാണുന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നിനും ചെയ്യാൻ പാടില്ല. പിന്നെ ഇക്വലൈസർ നമ്മൾ നോണിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറെ എഫക്റ്റിലും ചെയ്യില്ല. അതായത് ക്ലാരിറ്റി കുറയും നമ്മളെ പാട്ടിൻ്റെ, അവരുടെ നോണായിട്ട് തന്നെ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പാടേണ്ട കാര്യങ്ങൾ. പിന്നെ ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്ന രീതി. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇതേപോലെയാണ് എടുത്തത്. ഇതിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സോങ് എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ എഫക്റ്റിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുക കേട്ടോ. അത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യാത്തത്. സോങ് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കാണിക്കും. ഞാനത് എടുത്തതിന് ശേഷം കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ഇതേപോലെ ഇതിപ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുകയാണ്, അത് ഞാൻ മ്യൂട്ടാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഇനി സേവ് ഉണ്ട്. താഴെ ടിക്ക് കാണുന്നില്ല, റൈറ്റ് സൈഡിൽ ടിക്ക് എന്നുള്ളതിൽ ടച്ച് ചെയ്യുക. ഇങ്ങനെയാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ കാണിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കസ്റ്റമിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് നമ്മൾ റെഡി അല്ലേ നോക്കുക. കൂടാതെ വേറെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട രീതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റാർ മേക്കറിൻ്റെ പുതിയ വെർഷന് മാറിയതിലുള്ള വ്യത്യാസങ്ങൾ. പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക, കമൻസ് എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ.